സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. തകർന്നു തളരുമ്പോൾ നെഞ്ചിലായിടം നൽകും. തകരും നേരങ്ങളിൽ തഴുകി തലോടാൻ വരും. തകർന്നു തളരുമ്പോൾ നെഞ്ചിലായിടം നൽകും. തകരും നേരങ്ങളിൽ തഴുകി തലോടാൻ വരും. ഹൃദയം മുഴുവൻ സ്നേഹമേ, സ്നേഹത്തിൻ്റെ നിറകുടമേ. ഹൃദയം മുഴുവൻ നാദമേ, അലിയും മാതൃഭാവമേ. കരുണയാൽ പൊതിഞ്ഞു പിടിക്കും തിരുഹൃദയം. കരുണയാൽ പൊതിഞ്ഞു പിടിക്കും തിരുഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഒന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തൊരുവൻ സകലതും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഉരുകുന്ന എന്നാൽ ഒരിക്കലും ഉരുകിത്തീരാത്ത മെഴുതിരി പോലെ ദയാപൂർണമായ സ്നേഹത്തിനുടമ. അവൻ്റെ മുൻപിലാണ് നാം ഓരോരുത്തരും. നമുക്ക് നമ്മെ തന്നെ മറക്കാം. അവനോടൊപ്പം ലയിച്ചു ചേരാം. ആഴമാർന്ന സ്നേഹത്തിനുടമയായൊരുവൻ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞുറങ്ങാം. യോഹന്നാനെ പോലെ അവൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കാം. അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം നമുക്കനുഭവിക്കാം. മുഖത്തടിച്ച പട്ടാളക്കാരൻ്റെ നേർക്കും കുന്തം കൊണ്ട് പാർശ്വം പിളർക്കുന്ന സേനാധിപൻ്റെ നേർക്കും നാട് വെറുക്കുന്ന വേശ്യപ്പെൺകൊടിയെയും ചുങ്കക്കാരനെയും അലിവിൻ്റെ മഴ കൊണ്ട് നനച്ചവൻ ആ ഈശോയുടെ മുൻപിലാണ് നാം ഇരിക്കുക. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം നമുക്ക് ഓർക്കാം. ദയാപൂർണമായ ആ സ്നേഹത്തെ നമുക്കൊരിക്കൽ കൂടി പാടി ആരാധിക്കാം.
തിരുഹൃദയം ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനും വസിച്ചിടട്ടെ ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നീ തിരുഹൃദയം ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം ആഴമാർന്ന സ്നേഹമാണു നീ തിരുഹൃദയം ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ദൈവപരിപാലനയുടെ വിചിത്ര വഴികൾ പലപ്പോഴും മനുഷ്യർക്ക് അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ ജീവിതം സ്വപ്നങ്ങളെ കശക്കിയെറിയുമ്പോൾ ആ ദുരന്തകയത്തിലും ദൈവത്തെ കണ്ടെത്തുക എന്നതാണ് പരമപ്രധാനം. നിനക്കൊരു സ്വപ്ന തകർച്ചയുണ്ടെങ്കിൽ അവിടെ ദൈവസാന്നിധ്യത്തെ കണ്ടെത്താൻ മനസ്സുണ്ടെങ്കിൽ നീ അവിടുത്തെ കരങ്ങളിൽ ഒരു ഉപകരണമാകും. തീർച്ചയാണ്. നിനക്കൊരു സ്വപ്ന തകർച്ചയുണ്ടെങ്കിൽ അവിടെ ദൈവസാന്നിധ്യത്തെ കണ്ടെത്തുവാൻ മനസ്സുണ്ടെങ്കിൽ നീ അവിടുത്തെ കരങ്ങളിൽ ഒരു ഉപകരണമാകും. വേദഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളെ കണ്ടെത്താനാകും. മോശയെ ഒന്ന് ഓർത്തു നോക്കാം. ഈജിപ്തിൽ മറ്റേതൊരു ഇസ്രായേൽക്കാരനേക്കാളും സൗഭാഗ്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു അവനുണ്ടായിരുന്നത്. ഫറവോയുടെ പുത്രിയുടെ വളർത്തുമകനായിരുന്നു. ഒരു ദിവസം എല്ലാം അവന് നഷ്ടപ്പെടുന്നു. കോപിഷ്ഠനായി ഒരു ഈജിപ്തുകാരനെ വധിച്ചതോടെ ഫറവോയുടെ ശത്രുവായി മാറുന്നു. പ്രാണരക്ഷാർത്ഥമെല്ലാം ഉപേക്ഷിച്ച് അവൻ ഓടിപ്പോകേണ്ടി വന്നു. അന്യദേശത്ത് ഒരു ഇടയനെ പോലെ ഒരു ഇടയൻ്റെ വേല ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആടുമേയിച്ചലയുമ്പോൾ തൻ്റെ തകർന്ന സ്വപ്നങ്ങളുടെ ശേഷിപ്പായ മുൾച്ചെടിയിൽ അവൻ അഗ്നിസമാനമായ ദൈവത്തെ ദർശിക്കുന്നു. അതോടെ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവായി ദൈവം അവനെ ഉയർത്തുന്നു. നിന്റെ സ്വപ്നങ്ങൾ തകർന്നടിയുന്നിടത്ത് ദൈവസാന്നിധ്യത്തെ കണ്ടെത്താൻ മനസ്സുണ്ടെങ്കിൽ അവിടുത്തെ കരങ്ങളിലെ ഒരു ഉപകരണമായി നാം ഓരോരുത്തരും മാറും. നാം പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ അതിനോടൊപ്പം എൻ്റെ ജീവിതവും തകർത്ത് കളയാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടെത്താൻ നമുക്കാകുന്നില്ല. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണമായിട്ട് നമ്മൾ മാറും.
ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് പാടാം. ആഴമാർന്ന സ്നേഹമാണ് നിന്റെ തിരുഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോയിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുക. അവൻ്റെ കരുണയാൽ നിറഞ്ഞ് അവൻ്റെ സന്നിധിയിലായിരിക്കാം നമുക്ക്. ദൈവപരിപാലനയുടെ വിചിത്ര വഴികൾ കണ്ടെത്താൻ നമുക്കാകട്ടെ. തകർന്നുപോയ സ്വപ്നങ്ങളിൽ അടയിരിക്കാതെ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്കാകട്ടെ. പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്കോർക്കാം. സ്വപ്നം കാണുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ കുമ്പിട്ട് വണങ്ങുന്നത്. ആ സ്വപ്നമോഹങ്ങളെ തകർത്തുകൊണ്ട് സഹോദരങ്ങൾ അവനെ അടിമയായി വിൽക്കുന്നു. തുടർന്നുള്ള ദുരിതസഹന കാലയളവിലൊന്നും അവൻ ദൈവത്തെ കൈവിടിയുന്നില്ല. അതുകൊണ്ട് തന്നെ കാലാന്തരത്തിൽ ദൈവം അവനെയും ഒരു ഉപകരണമാക്കി മാറ്റുന്നു. ക്ഷാമകാലത്ത് ഈജിപ്തുകാരെയും സഹോദരങ്ങളെയും രക്ഷിക്കുന്നത് അവനാണ്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരുപാട് തകർച്ചകളുടെ നടുവിൽ ഏകനായി അലയാൻ വിടും. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തകർച്ചകളുടെ നടുവിൽ ഏകനായി അലയാൻ വിടും. ജോസഫിന് വേണമെങ്കിൽ ദൈവത്തിനോട് മറുതലിക്കാമായിരുന്നു. അത്രമാത്രം ഉപദ്രവങ്ങളാണ് സഹോദരങ്ങൾ അവനോട് ചെയ്തത്. പക്ഷേ ദൈവത്തിൻ്റെ വഴികളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു മാർഗം മാത്രമായി അവൻ അതിനെ കണ്ടു. സഹോദരങ്ങളോട് അവന് വെറുപ്പ് തോന്നിയില്ല. അവൻ സ്വീകരിച്ച മാർഗങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വയ്ക്കുന്നതായിരുന്നു. അതുകൊണ്ട് പിന്നീട് അവന് ദുഃഖിക്കേണ്ടി വന്നില്ല. ഈ സഹനങ്ങൾക്ക് അപ്പുറം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ജോസഫ് എന്ന
പച്ചയായ മനുഷ്യന് സാധിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തുകയാണ്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തകർച്ചകളുടെ നടുവിൽ ഏകനായി അലയാൻ വിടും. ഈശോയിലേക്ക് തന്നെ നോക്കുക. എന്തോരം പാടുപീടകൾ സഹിച്ച് കുരിശിൽ ബലിയായിത്തീരുന്നു. മൂന്നാം ദിവസം ആ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പങ്കുപറ്റുന്നുണ്ട്. നമ്മെയും ആ മഹത്വത്തിൽ പങ്കുപറ്റാൻ ക്ഷണിക്കുന്നുണ്ട്. അതിനു മുൻപ് വേദനകളുടെ പീഡാസഹനങ്ങളുടെ കുരിശ് ചുമന്നേ മതിയാവൂ. കാരണം കുരിശിനപ്പുറത്ത് ഉയർപ്പിൻ്റെ മഹത്വമുണ്ട്. അത്രമാത്രം സ്നേഹം ഉള്ളിലൊതുക്കിയ ഒരു ദൈവം, അവനോട് ചേർന്ന് നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ചേർത്ത് പിടിക്കാം. അവൻ്റെ കരുണയാൽ നിറഞ്ഞ് നമ്മുടെ ജീവിതം മനോഹരമാകട്ടെ. അവൻ്റെ മാറിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. ആഴമാർന്ന സ്നേഹമാണ് തിരുഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നീ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞുറങ്ങട്ടെ എൻ ജീവിതം. ഈശോയെ നമുക്ക് രുചിച്ചറിയാം. ആഴമാർന്ന അവൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം. അവൻ്റെ കരുണയാൽ നമുക്ക് നിറയാം. വീണ്ടും ഏലിയായിക്ക് കർമ്മല മലയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് മരുഭൂമിയിൽ പരിക്ഷീണിതനായി അലയേണ്ടി വന്നിട്ടുണ്ട്. ദാവീദിനെ ഇസ്രായേലിൻ്റെ അധിപനാക്കുന്നതിന് മുൻപ് സാവൂളിനാൽ ഒരുപാട് ദൂരം വേട്ടയാടപ്പെടേണ്ടി വന്നു. ഒരു ദിവസം കൊണ്ട് നിനവേ നഗരം മുഴുവൻ മാനസാന്തരപ്പെടുത്തുവാൻ തക്കവിധം യോനാ പ്രവാചകനെ ശക്തനാക്കിയത് തിരമാലയിലേക്ക് അവനെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ പഴയ നിയമത്തിൽ നാം ഓരോരോ വ്യക്തികളെ നോക്കിക്കാണുമ്പോഴും അവരൊക്കെ സഞ്ചരിച്ച വഴികൾ നിഗൂഢങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ അവർക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞതുകൊണ്ടാണ്
ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണമായി അവർ ഓരോരുത്തരും മാറിയത്. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയവും പേറി നടന്നവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് തെന്നിമാറാൻ അവൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവസാനം ദൈവം ഉദ്ദേശിച്ച, ദൈവം വിചാരിച്ച ആ ഒരു കർമ്മത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ സഹനങ്ങളും ദുരന്തങ്ങളും എല്ലാം അതിനപ്പുറത്ത് ദൈവം മറ്റെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണമാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നതാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈശോയിലേക്ക് ചേർന്നിരിക്കാം. ഈശോയുടെ സാന്നിധ്യത്തെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം. അവൻ്റെ വഴികൾ നിഗൂഢങ്ങളാണെങ്കിലും ആ നിഗൂഢതയിലും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ നമുക്കോരോരുത്തർക്കും കഴിയട്ടെ. ദുരന്തങ്ങൾ വെറുതെ സംഭവിക്കുന്നതല്ല. ദുരന്തങ്ങൾക്കപ്പുറം ദൈവത്തിന് നമ്മെക്കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ്, ദൈവ സാന്നിധ്യം കൊണ്ട് ആ സഹനങ്ങളെ നിറയ്ക്കാൻ, ആ ദുരന്തങ്ങളെ നിറയ്ക്കാൻ, അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളാകാൻ നമുക്ക് കഴിയട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫ് എന്ന നീതിമാനായ ജോസഫിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൂരം സ്വപ്നങ്ങൾ കണ്ടതാണ് ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച്. പക്ഷെ ഒരു നിമിഷം പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ സ്വപ്ന തകർച്ചയായിരുന്നു അവിടെ. പക്ഷേ ആ തകർച്ചയിലും ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് മാലാഖമാർ അവനോട് പറയുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ജോസഫ് എന്ന തച്ചൻ തയ്യാറാകുന്നു. അവിടെയാണ് ജോസഫ് എന്ന നീതിമാൻ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ പഠിച്ചത്. നാം പലപ്പോഴും നമ്മുടേതായ ചില സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു വിവാഹ ജീവിതം, നല്ലൊരു ജോലി, നല്ല മക്കൾ, നല്ല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നാം എന്തൊക്കെയോ ആഗ്രഹിച്ച് ആ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ നടക്കുന്നവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് നാം ആരും തിരയാറില്ല. ഇനി മുതൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ തിരയാൻ നമുക്ക് കഴിയട്ടെ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അതെന്താണെന്ന് തിരിച്ചറിയാൻ. ചിലപ്പോൾ അതിന് ചില ദുരന്തങ്ങളും ചില സഹനങ്ങളും കടന്നു വരുമ്പോഴായിരിക്കും, ചില രോഗങ്ങൾ കടന്നു വരുമ്പോഴായിരിക്കും, ചില മരണങ്ങൾ കടന്നു വരുമ്പോഴായിരിക്കും നാം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കണ്ടു നടന്ന ഒരു യുവതി, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകും എന്ന് മാലാഖ അറിയിച്ചപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ തക്ക വിധം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർന്നിരുന്നവൾ. ഈശോയെ, ഞങ്ങളും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളും ഒരുപാട് വ്യാമോഹങ്ങളിൽപ്പെട്ട് അലയാറുണ്ട്. അവിടെയൊന്നും നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒരു തരി പോലും ചിന്തിക്കാറില്ല. ഇനി മുതൽ നിന്റെ സ്വപ്നങ്ങളെ തിരയുന്ന ഒരു മനുഷ്യനാകട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച്
അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ആമേൻ. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്കു ചാഞ്ഞിറങ്ങട്ടെ